എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ 2 സിനിമകളുടെ കളക്ഷനും അതുപോലെ തന്നെ കഴിഞ്ഞ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഗില്ലി എന്ന സിനിമയുടെ കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ഫഹദ് ഫാസിലിന്റെ നായകനാക്കി ജിത്തു മോഹന്റെ സംവിധാനത്തിൽ വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് ഏപ്രിൽ മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. കേരള ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന സിനിമയുടെ ചിത്രം 18 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 17 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും 18 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ 17 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 57 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 18 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം കേരള ബോക്സ് ഓഫീസിൽ 1,52 ലക്ഷം രൂപയെന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ 18 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 1,90 ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 17 ദിവസം കേരള ബോക്സ് ഓഫീസിൽ 2,90 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 18 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 3-3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 18 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 61 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 18 ദിവസമായി ഇന്ന് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 6 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 18 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 121 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ഇപ്പോഴും മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ജാൻ ശ്രീനിവാസൻ തുടങ്ങിയവരടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 18 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 17 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 45 ലക്ഷത്തിന് മുകളിൽ രൂപയെന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ദിവസങ്ങളിൽ വെച്ച് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ദിവസമായി 18 ദിവസമായി ഞായറാഴ്ച മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 18 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 78 കോടി 80 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ചിത്രത്തിന്റെ കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ നാളെ ഉച്ചയോട് കൂടി വരുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ തമിഴിൽ നിന്നും റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസ് സിനിമ കൂടിയാണല്ലോ ഗില്ലി. 2004 തിയേറ്ററുകളിലേക്ക് റിലീസ് ബ്ലോക്ക് ബസ്റ്റർ വിജയമായ ഗില്ലി എന്ന സിനിമ 20 വർഷങ്ങൾക്ക് ഇപ്പുറം ചിത്രം റിലീസുമായി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ച കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഗില്ലി എന്ന സിനിമയുടെ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ, വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം ഗില്ലി എന്ന സിനിമ ഒരാഴ്ച കൊണ്ട് 20 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ഇപ്പോൾ പുറത്തു വരുമ്പോൾ UK നിന്നും മാത്രം ഗില്ലി എന്ന സിനിമ 1 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു റിലീസുമായി ഒരു തമിഴ് സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി ഇതിനോടകം തന്നെ ഗില്ലി മാറിയിരിക്കുകയാണ്. ഗില്ലി എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 30 കോടി രൂപ വരെ ഫൈനൽ കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.